യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. എല്ലാവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. നല്ലൊരു പെസഹ ആചരിക്കാൻ, ആഘോഷിക്കാൻ നമ്മുടെ എല്ലാ ഭവനങ്ങളിലും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പ്രാർത്ഥന ആവശ്യമുള്ള ഒരു ദിവസമാണ്. പ്രാർത്ഥനയോടെ നമ്മുടെ ഭവനവും ജീവിതവും ഒരുങ്ങുന്ന ഒരു സമയവുമാണ്. ദേവാലയങ്ങളിൽ പ്രത്യേകം തിരുക്കർമ്മങ്ങളും പ്രാർത്ഥനകളുമുള്ള ദിവസമാണ് ഈ നല്ല ദിവസം. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഒന്നോർക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. യേശു പറയുന്നു അപ്പസ്തോലന്മാരോട്, നിങ്ങളോടൊപ്പം ഈ പെസഹ ആഘോഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഈ നല്ല ദിവസം ഈ വചനം നമുക്ക് ഓർമ്മയിൽ ഇരിക്കട്ടെ. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണിന്ന്. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ദിവസമാണ്. എളിമയുടെ അടയാളം കാണിച്ചു തന്ന ഒരു നല്ല ദിവസമാണ് ഈ പെസഹ വ്യാഴം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭവനങ്ങളിലും സന്തോഷത്തോടെയുള്ള, പ്രാർത്ഥനയോടെയുള്ള പെസഹ ആഘോഷിക്കാൻ ഇടവരട്ടെ. ചില വീടുകളിൽ ചില പ്രതിസന്ധികളൊക്കെ കാണും. ഈ പെസഹ ഒന്ന് സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ, വീടുകൾ, കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഒരുമിച്ചില്ല, പല സ്ഥലത്താണ്. കഴിഞ്ഞ വർഷം പെസഹ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഈ വർഷം നമ്മുടെ കൂടെ ഇല്ല. ഒന്നിലധികം ദുഃഖങ്ങളോടെ ഇരിക്കുന്നവരുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പെസഹായുടെ ദിവസം കുറേ കൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഓരോ ദിവസവും വചനം കേൾക്കുന്ന മാതാപിതാക്കളെ ദൈവം പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. വചനം കേൾക്കുന്നവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. വചനം കേൾക്കുന്നവരുടെ വ്യക്തി ജീവിതങ്ങളിൽ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വഴക്കുകളും പിണക്കങ്ങളും മാറിപ്പോകട്ടെ. ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വചനം കേൾക്കുന്ന നിങ്ങളുടെ സാമ്പത്തികത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മക്കളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വഴക്കുകൾ മാറിപ്പോകണം, അസ്വസ്ഥതകൾ മാറിപ്പോകണം, തെറ്റിദ്ധാരണകൾ മാറിപ്പോകണം, ദാരിദ്ര്യം മാറിപ്പോകണം. പകരം ദൈവീകമായ സ്വസ്ഥതയും സമാധാനവും വന്ന് നിറയണം. അതിനുവേണ്ടി പെസഹാ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈശോ പെസഹാ ദിവസം അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ ദിവസമാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭവനത്തിൽ എല്ലാവരും തമ്മിൽ ഒരുമിച്ചിരിക്കാൻ,
ഒരുമിച്ചായിരിക്കാൻ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ ഒരു നല്ല കൂട്ടായ്മയിലിരുന്ന് ഒരു പെസഹ ആചരിക്കാൻ, ആഘോഷിക്കാൻ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ദൈവം ഭാഗ്യം നൽകട്ടെ. ആവശ്യമില്ലാത്ത വഴക്കോ പിണക്കമോ ഒന്ന് പറഞ്ഞ് ദേഷ്യമോ ഒന്നും ഉണ്ടാകാതെ നമ്മുടെ കുടുംബത്തിൽ ദൈവീകമായൊരു സ്വസ്ഥതയും സമാധാനവും ഇന്നുണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചേ. കേൾക്കുന്ന നിങ്ങൾ ഒരാൾ അവരുടെ വീടിന് വേണ്ടി മാത്രമല്ല, ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകല കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വചനം ആരുടെയെല്ലാം ജീവിതങ്ങളിൽ എത്തിച്ചു കൊടുത്തോ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ, നല്ല ഒരുക്കമുള്ളതാകട്ടെ. ദേഹം, ദേഹി, ആത്മാവ്, ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം സജ്ജീകൃതമാകട്ടെ. ദൈവ സാന്നിധ്യം ശിഷ്യന്മാരോടൊപ്പം യേശു ഇരുന്നതുപോലെ ഇന്ന് നമ്മളോടൊപ്പം യേശു ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ യേശു ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ യാത്രകളിൽ യേശു ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ യേശുവും ആ കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പസ്തോലന്മാരോടുകൂടെ പെസഹ ആചരിക്കാൻ യേശു അത്യധികം ആഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന നമ്മളോട് കൂടെ ഇരിക്കാൻ യേശു അത്യധികം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. നമുക്ക് നല്ല ആശീർവാദം നൽകുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം എല്ലാം മാറിപ്പോകട്ടെ. സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. ദീർഘായുസ്സുണ്ടാകട്ടെ. നല്ലൊരു പെസഹ ആഘോഷിക്കാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളിൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നാളെ ദുഃഖ വെള്ളിയാഴ്ചയാണ്. നാളെയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.